ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാൻ വന്ന ആൾ സർപ്രൈസ്ഡായിട്ട് എൻ്റെ റൂമിലിരിക്കുന്നത്. ഞാൻ പെട്ടും കേട്ടു ബാഗും കേട്ട് റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. റൂമിലല്ല, എവിടേക്ക് എൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുമായിരുന്നു. പകുതി വഴിയിൽ എന്നെ വിളിച്ചോണ്ട് അവൾ ഓക്കെ. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ബാഗ് വെച്ചും കൊണ്ട് പോയാൽ ഞാൻ അറിഞ്ഞില്ല. അത് എനിക്ക് മുഖം നോക്കട്ടെ. സമയം ഒരു 5:30 ആയി. വൈകുന്നേരമല്ല, ഇപ്പം സമയം രാവിലെ 5:30 സമയം. ഒരുത്തി എന്നെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് സർപ്രൈസ് ആയത് അവളായിപ്പോയി. കാരണം അവൾ വരുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഡയറക്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ ഊബർ എടുത്ത് ഞാൻ ഊബറിലേക്ക് ഇരുന്ന് സമാധാനം. എൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ മിസ് കോൾ കാണുന്നുണ്ട്. മിസ് കോൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി വിളിക്കുമായിരിക്കുന്ന. എന്നിട്ട് ആ ഒരു മൈൻഡിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് കഴിഞ്ഞ് എല്ലാ തിരക്കൊക്കെ ഒഴിഞ്ഞ് എൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് സമാധാനമായിട്ട് വിളിക്കുമ്പോഴാണ് എൻ്റെ ഇടയിൽ ഇവൾ വിളിച്ചു കാറിൽ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെ എടുക്കാം, എന്നിട്ട് കേട്ടിട്ട് പിന്നെ തിരിച്ച് വിളിക്കാമെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തപ്പോൾ പറയാണ്, എടി ഞാൻ എൻ്റെ റൂമിൽ നിൻ്റെ കട്ടിലിൽ കിടക്കുന്നുണ്ട്. ഇവളാണ് അവള്. എന്നിട്ട് വന്നിട്ട് എൻ്റെ ഉടുപ്പും എൻ്റെ ഡ്രസ്സും എല്ലാം എടുത്തുകൊണ്ട് പോവാം. പിന്നെ ബൈ ദ വേ ഇതെനിക്ക് അവള് കൊണ്ടുവന്ന കേക്ക്. കമോൺ. ഇപ്പൊ നമ്മൾ താഴ്വാരം പോവാണ്. താഴ്വാരം റെസ്റ്റോ കഫേയിൽ പോവാണ്. 31 481. നീ നോക്കണില്ല അല്ലേ? അപ്പോൾ ഇപ്പം ഞങ്ങൾ താഴ്വാരം കഫേ പോവാണ്. ഭയങ്കര ഹൈപ്പോട് കൂടി കുറേ കാലമായിട്ട് എല്ലാവരും പറയുന്ന സംഭവമാണ്. ഇനി ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ ഊബർ എടുത്ത് പോകാൻ പോവാണ്. ഇപ്പം സമയം രാവിലെ 5:45. അയ്യോ അവിടെ എന്തോ ഉണ്ട്. താഴ്വാരത്ത് വന്നിട്ട് താഴ്വാരം ക്ലോസ് ചെയ്തെന്നാ തോന്നുന്നത്. എപ്പാ പോവാ ബാങ്ക്. നമ്മുടെ ഊബറില്ലേ അത്? ചേട്ടൻ താഴോട്ട്. ഈ പട്ടിയുടെ കൂടെ കുറെ പട്ടികൾ ഓടിക്കാൻ വന്നു. അയ്യോ നിക്ക് ആ പട്ടി പോട്ടെ. അത് ചെയ്യത്തില്ല. വാങ്ങിട്ട് നിന്റെ വർഗസ്നേഹം അങ്ങനെയുണ്ട്. നമ്മളങ്ങനെ വന്ന വഴി തിരിച്ചു പോവാണ്. എവിടെ തിരിഞ്ഞാലും അബദ്ധമാണ്. വോയേജർ ക്ലോസ്ഡ്. 24 hours വോയേജർ ഓപ്പൺ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഒരു പൂ പൊട്ടിച്ചതിന് ചെടികളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അലവലാതി പോവാണ് ഉദ്ദേശിച്ചത്. നടക്കാം. എൻ്റെ ബാഗ് വെയിറ്റ് കൊണ്ട് നടക്കുവാണ് ഞങ്ങളിവിടെ. എന്താ ചെയ്യണേ? എവിടെയെങ്കിലും ഇരുന്നിട്ട് ആലോചിക്കാം. കൂടെ പ്രശ്നമല്ല, വേറെ വഴിയില്ലല്ലോ. റൂമിൽ ഇറങ്ങില്ലോ. ആശാനെ പോയാലോ? നല്ല രസമുള്ള സ്ഥലം, നല്ല സ്കൈ. ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഒരു PVC പൈപ്പിന്റെ മേലെ DLFന്റെ ഓപ്പോസിറ്റ്. ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി കേക്ക് കട്ടിങ്. അതിനായ ശില്പേനെ
ഹാർദപൂർവ്വം ക്ഷണിക്കുന്നു. ചൊറി പിടിച്ച മെഹന്തി എന്ന് പറഞ്ഞ സാധനം എന്താന്ന് കലാബോധമില്ലാത്തവളെ ചൊറി പിടിച്ച പോലെ ഉണ്ട്. പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ വല്ല പാമ്പ് ഉണ്ടെങ്കിൽ ഇപ്പം പെട്ടെ. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം താഴ്വാരത്ത് പോയി. താഴ്വാരം ക്ലോസ് 24 hours ആയിരുന്നു. താഴ്വാരം ഒക്കെ പോട്ടെ. വോയേജറിൽ പോയ വഴി തിരിച്ച് വോയേജറിൽ വന്നു. വോയേജർ എന്തായിരുന്നു അതും ക്ലോസ് മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കും. 7:30 ആകുമ്പോൾ ഓക്കെ. ഈ സമയത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ഞാനാണ് കാക്കനാട് ഈ PVC പൈപ്പ് അല്ല PVC അല്ല ഈ പൈപ്പിന്റെ മേലെ കയറി ഇരിക്കുന്നത്. ഞാൻ ഊബറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഇവൾ എന്നെ വിളിച്ച് വരുത്തി. ഇവളെ വിളിച്ചിട്ട് പറയാം നീ എവിടെ? ഞാൻ പറഞ്ഞു ഞാൻ ഊബറിലാണ്, ഞാൻ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. തലേ ദിവസം ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞതാ. ഇപ്പം പറയാം. എന്നിട്ട് അവൾ പറയാ ഇടി ഞാൻ എൻ്റെ ബെഡിലുണ്ട്, നിനക്ക് സർപ്രൈസ് തരാൻ വന്നിരിക്കുകയാണ്. ഇവളെ എന്ത് വേണം? ക്യാൻഡിലൊക്കെ കേക്ക് കാണിച്ചേരെ. കണ്ടിട്ട് എങ്ങനെയാണ്? ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് ഇവള് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ. ഫുഡ് ഈസ് ഇമ്പോർട്ടന്റ്. സോ വേസ്റ്റ് ആക്കാതെ ഇങ്ങനെ കപ്പ് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആയി അത് ഇളക്കാതെ പിന്നെ അവിടെ പറ്റിച്ച് വെച്ചിട്ടാണ് നീ കഴിക്കാൻ പോണേ. മുട്ടുകുത്തിയിരിക്കുന്ന കഷ്ടപ്പാടാണല്ലോ. ഇവിടെ ഇരിക്കെ. ഇതാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തത്. ഈ ഫ്ലവർ അവളുടെ ഹോസ്റ്റലിലെ ഫ്രണ്ടിലെ ഫ്ലവറാണ്. ഹാപ്പി ബർത്ത്ഡേ ശിൽപ. അപ്പൂ എടുത്ത് കളഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ശിൽപ, ഹാപ്പി ബർത്ത്ഡേ ശിൽപ, ഹാപ്പി ബർത്ത്ഡേ ശിൽപ. ഞാൻ വായ വെച്ച് വരാം. ക്യാമറ ഫോക്കസ് പാഷണൽ പേപ്പറും കൂടെ കളിക്കുന്നത് അതല്ലേ. അതെന്റെ സെലക്ഷനായി അങ്ങനെ വരത്തുള്ളൂ. പിച്ചക്കാരിരിക്കുന്ന പോലെ മറ്റേ നേരത്തെ കഴിച്ചോ വായ വെച്ചതാടി പ്രാന്തി. സോറി കണ്ടാക്കാം ഞാൻ മറന്നുപോയി. ഇവയ്ക്ക് ഷുഗറിന്റെ അസുഖമുള്ളതുകൊണ്ട് മധുരം ഒരുപാട് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും മധുരം കുറച്ചേ കൊടുക്കാറുള്ളൂ. ഇത് മറ്റേ എന്റെ ഹോസ്റ്റലിൽ അല്ല, സോറി എന്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞേക്കണം ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയതാണ്. ലാവ കേക്കാണ് കേട്ടോ. പക്ഷെ കേക്ക് കൊള്ളാം കേട്ടോ. കാര്യം പറഞ്ഞാൽ വെറുമേറ്റ് ഇങ്ങനെ കഴിക്കണം നല്ലതല്ല, പക്ഷെ എന്നാലും കൊള്ളാം. കാരണം എന്താണ്, എന്റെ സെലക്ഷനാണ്. എടുത്ത് കഴിക്കും. എന്റെ കൂടെ കേക്ക് മേടിക്കാൻ വന്ന അക്ഷയ്ക്ക് ബിഗ് താങ്ക്സ്. ഇത് ബ്ലോഗിലൂടെ പറയാൻ വേണ്ടി താങ്ക്സ് അക്ഷയ്. ഇങ്ങനെ മുറിച്ച് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് പിടി. ചേട്ടൻ നീ വാങ്ങിച്ച കലൂര പിന്നെ കളയുന്നില്ല. ഇത് കൂട്ടിക്കെട്ടി ഇവളുടെ വീട്ടിൽ തന്നെയാണ് കൊണ്ടുപോണത്.
പിന്നെ പ്ലാസ്റ്റിക്കിന്റെ യൂസേജ് മാക്സിമം കുറയ്ക്കുക. ഇതുപോലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ. ഇതുപോലെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് സർപ്രൈസ് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇതുപോലത്തെ സർപ്രൈസുകൾക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ലിറ്റിൽ ജോർജ്. അത് പറയണില്ല, അതെല്ലാം പറഞ്ഞു കൊടുക്കുക. മറ്റുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കുക. ഒരു ചേട്ടൻ നോക്കി പോകുന്നു ചിരിച്ചിട്ട്. ഈ ചേട്ടൻ പിന്നെ വരുന്നു. പറ ബർത്ത്ഡേ ഗേളിന് എന്താണ് പറയാനുള്ളത്? ഈ സുപ്രധാന ദിവസത്തെ പറ. എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും നമ്മൾ കുറേ വട്ടം തിരിഞ്ഞു അവിടെ ഇവിടെയൊക്കെ പോയി. ഇന്നത്തെ പറ്റി പറ. അതാ ഞാൻ പറയാൻ വരുന്നേ. പറയട്ടെ. കാര്യം ഇവിടെ എന്നെ വിളിച്ചു വരുത്തി പറയാതെ വന്നു സർപ്രൈസ് ആക്കുന്നൊക്കെ. ഇവൾ എന്നെ സർപ്രൈസ് ആക്കുന്നെന്ന് ഇവൾ സർപ്രൈസ് ആയെങ്കിലും ഇത്രയും എഫേർട്ട് എടുത്ത് എനിക്ക് വേണ്ടി കേക്കൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്ന ലിയയ്ക്കും അക്ഷയ്ക്കും എൻ്റെ എന്താ പറയാ പുഷ്പാഞ്ജലികൾ. സോറി, അല്ല മറ്റേ എന്താണ് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കയ്യബദ്ധം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. ഏതൊരു ബംഗാളിയുടെ അടുത്ത് അവള് പറയുകയാണ് ഇന്ന് അവളുടെ ചേട്ടൻ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണോ ഒന്ന് വിഷ് ചെയ്തേ. അവര് പറയുന്നത് അവിടെ നിൽക്കണ ആ ചേട്ടനെ കണ്ടു, ഒരു ബ്ലൂ ഷർട്ട്. അത് എന്നിട്ട് അയാൾ പറയാം അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, ബംഗാളിയായിരുന്നു, മലയാളം. പാവം കൊച്ചിന് ആരെങ്കിലൊക്കെ വിഷ് ചെയ്യണമല്ലോ, അങ്ങനെ അവർക്ക് പറഞ്ഞതാണ്. പക്ഷെ ബംഗാളികൾക്ക് ഇവിടെ വേണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? മലയാളികൾക്ക് വേണ്ട, അത് വേറെ കാര്യം. ആർക്കും വേണ്ട ഗൈസ്. വിഷ്മാടി